അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ടവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, മൗലവി സാഹിബിൻ്റെ ഇത്രയും കാലമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ശ്രമം ശ്ലാഘനീയം തന്നെയാണ്. ഞാൻ കുറേ മുമ്പ് ഈ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലം മുതൽക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഖുർആൻ പഠിപ്പിക്കൽ, ഖുർആനും തജ്വീദും ബാക്കിയുള്ളതും തുടർച്ചയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്തിട്ട്, സ്ത്രീകളെ സ്ട്രെസ് ചെയ്തതോടുകൂടി സൊസൈറ്റി തന്നെ നന്നായിട്ട് വരുന്നെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണേ. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഖുർആൻ പഠിക്കുക എന്നുള്ളത് തൽക്കാലം അത്യാവശ്യത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സുന്നത്തൊക്കെ പഠിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് അതിനോട് വെറുപ്പുണ്ടാകുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. ഞാൻ എന്ത് വികൃതി കളിച്ചിട്ടുണ്ടെങ്കിലും, എന്ത് ഗുരുത്തക്കേട് കളിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ജ്യൂസ് അവിടെ ഇരുന്ന് ഓതിയിട്ട് എണീക്കാൻ പാടില്ലെന്നില്ല. അപ്പം അത് ഖുർആനെ പറ്റി കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു വെറുപ്പായി പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആകെ മാറി വന്നത്, ഞാൻ റിയാദിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. ഇപ്പം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാംഗ്വേജ് പഠിച്ച് കുറേ കൂടി അവിടെയുള്ള ലേണഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഇടപഴകാനും ശരിക്കും മനസ്സിലാക്കാനും പറ്റി. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ പഠിച്ചത് വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രത്തിൽ ഇത്രയധികം സ്ട്രെസ് ചെയ്യണ എല്ലാ കാര്യത്തിലും നമുക്ക് ഗൈഡൻസ് ചെയ്യുന്ന വേറൊരു ഗ്രന്ഥമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകണം, വയറ് നിറച്ച്, കണക്കില്ലാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മൾ ഓലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന വെള്ളം ആവണം. നമുക്കൊരു പകർച്ചവ്യാധി ഉണ്ട്, ഇത് പ്ലേഗ് മാതിരിയുള്ളൊരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോവാനും പാടില്ല, അവിടുന്ന് വരാനും പാടില്ല. ഇപ്പോൾ ഇതേമാതിരി നമ്മൾ മോഡേൺ മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ പ്രിവെൻറ്റീവ് മെഷേഴ്സും അതിൻ്റെ അങ്ങനത്തെ ഒരു പേരില്ലാതെ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കുറേയും കൂടി ഡീപ്പായിട്ട് പഠിക്കാനും, എന്നാൽ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അവിടെ ശരിക്കും ഖുർആനും കൂടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയും കൂടി മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ എത്ര സുജൂദിൽ നിന്നാലും അത് എഴുന്നേൽക്കാൻ പറ്റാത്ത അത്ര നോളേജും വഴികാട്ടികളും അതിൽ നിന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിന് കുറേ കൂടി കാര്യങ്ങളുണ്ട്. അതിന് വളരെ അടുത്ത സുഹൃത്തായി നമ്മളൊക്കെ വിട്ടുപോയ ഡോക്ടർ അബ്ദുറഹ്മാനും ഞാനുമായിട്ട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പല സ്ഥലത്തും ഒന്നിച്ച് വർക്ക് ചെയ്തു. തിരൂർ വർക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ ശേഷം മഞ്ചേരി വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം മിംസിൽ വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പോവല്ല, ഇത് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതിലൊക്കെ ഒരുപാട് കാലം വർക്ക് ചെയ്യാനിടയായിട്ടുള്ള നമുക്കൊക്കെ സൗകര്യം കിട്ടിയ അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയ നമുക്കൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിൽ എല്ലാം ഓർഗനൈസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഖുർആൻ്റെ കാര്യത്തിൽ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റാമെന്നാണ് കാണിച്ചാൽ ബാക്കിയുള്ള എന്ത് കാര്യത്തിലും ചെയ്യാൻ പറ്റില്ല. തുടക്കം മുതലേ ഞങ്ങൾ നേരിട്ട് തന്നെ വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. പട്ടാളപ്പള്ളിയിലായിരുന്നെന്നും അതിനുശേഷം വളരെ ചുരുങ്ങിയ അവസരത്തിൽ രോഗി എന്നുള്ള നിലക്കും. അപ്പോൾ വ്യക്തിപരമായിട്ടും പ്രൊഫഷണലായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു ഫെലോ വിശ്വാസി എന്നുള്ള നിലക്കും എല്ലാ തരത്തിലും മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങേര് ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും സർവശക്തൻ തക്കതായ പ്രതിഫലം, അതിൽ കൂടെ നമുക്കും പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.